യോഹന്നാൻ 20:12. യേശുവിൻ്റെ ശരീരം കിടന്നിരുന്നയിടത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ഇരുട്ടുള്ളപ്പോൾ തന്നെ മറിയ യേശുവിനെ വെച്ച കല്ലറയ്ക്കൽ ചെന്നു. കല്ലറ വാതിൽക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ തന്നെ അവൾ ഓടി ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് വിവരമറിയിച്ചു. പത്രോസിനെയും യോഹന്നാനെയും വിവരമറിയിച്ചു. പത്രോസും യോഹന്നാനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്നു. യോഹന്നാൻ കല്ലറയിൽ കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു, അകത്ത് കടന്നില്ല. ശിമോൻ പത്രോസ് കല്ലറയിൽ കടന്നു. ശീലകൾ കിടക്കുന്നത് മാത്രമല്ല കണ്ടത്, യേശുവിൻ്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോട് കൂടെ കിടക്കാതെ വേറിട്ടൊരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു. അവർ അതിനുശേഷം മടങ്ങിപ്പോയി. എന്നാൽ മറിയ മടങ്ങിപ്പോയില്ല. കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. അതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. കണ്ട കാഴ്ച മറ്റ് 2 ശിഷ്യന്മാരും കണ്ടതായിരുന്നില്ല. യേശുവിൻ്റെ ശരീരം കിടന്നിരുന്നയിടത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. 3 വ്യക്തികളുടെ 3 വ്യത്യസ്ത കാഴ്ചകളെ നാം ഇവിടെ കാണുന്നു. ഒരാൾ സൂപ്പർഫിഷ്യലായി കണ്ടു, മറ്റൊരാൾ അല്പം കൂടി ആഴത്തിൽ കാര്യങ്ങൾ കണ്ടു, മനസ്സിലാക്കി. എന്നാൽ മൂന്നാമത് കണ്ട മറിയയുടെ കാഴ്ച തികച്ചും വ്യത്യസ്തമായിരുന്നു. അവൾ 2 ദൂതന്മാരെ കണ്ടു. യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യത്തിൽ അവൾ കല്ലറയ്ക്കൽ നിന്ന് പോകുവാൻ തയ്യാറായില്ല. അവൾ തൻ്റെ ഗുരുവിൻ്റെ ശരീരം എടുത്തുകൊണ്ടു പോകുവാനായി എന്ത് കഷ്ടവും സഹിക്കുവാൻ തയ്യാറായിരുന്നു. അവളുടെ സ്നേഹത്തിൻ്റെ ആഴത്തിന് തക്കതായ മറുപടി, ആശ്വാസം അവൾക്ക് ലഭിച്ചു. നമ്മുടെ കാഴ്ചപ്പാട് പ്രകാരമുള്ളതാണ്. നാം എന്താണ് ആഗ്രഹിക്കുന്നത് എന്നതനുസരിച്ചിരിക്കും നമുക്ക് ലഭിക്കുന്ന ദൈവീയ അനുഗ്രഹങ്ങൾ. സ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ച് ആഴമേറിയ ദൈവീക ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉളവാകുവാൻ ഇടയായിത്തീരും. തൻ്റെ ഗുരുവിൻ്റെ ശരീരം കാണാതെ പോകില്ല എന്ന നിർബന്ധ ബുദ്ധിയോടെ നിന്ന മറിയയ്ക്ക് യേശു തന്നെ പ്രത്യക്ഷനാകുവാനിടയായി. മർക്കോസ് 7-ൽ സുറഫോയിക്ക ജാതിയിലുള്ള ഒരു യവന സ്ത്രീയുടെ വിശ്വാസത്തെ നാം കാണുന്നുണ്ട്. യേശു എന്തൊക്കെ പറഞ്ഞിട്ടും യേശുവിൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ മകൾക്കുള്ള വിടുതൽ വാങ്ങിക്കൊണ്ടേ പോകുള്ളൂ എന്ന നിർബന്ധ ബുദ്ധിയോടെ വിശ്വാസത്തോടെ നിന്ന സ്ത്രീ. അതുകൊണ്ട് തന്നെ തൻ്റെ മകളുടെ സൗഖ്യം ആ മാതാവിൻ്റെ തികഞ്ഞ വിശ്വാസത്തിലൂടെ നടന്നു. നമ്മുടെ വിശ്വാസം, യേശു കർത്താവിനോടുള്ള സ്നേഹം എത്രമാത്രം ആഴമേറിയതാണ് എന്ന് നമുക്ക് ശോധന ചെയ്യാം. അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കത്തക്ക രീതിയിലുള്ള സ്നേഹവും യേശു കർത്താവിനെ സ്വാധീനിക്കാനുള്ള അടുപ്പവും നമുക്ക് പ്രാപിച്ചെടുക്കാം. നമ്മുടെ സമർപ്പണത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അങ്ങയുടെ ഹൃദയത്തെ ചലിപ്പിക്കത്തക്ക രീതിയിൽ അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.